ശ്രീ അരുൺ ബാബു, ആദ്യഘട്ടത്തിൽ ശ്രീ ജോർജ് പൊടിപ്പാറ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ താങ്കൾ കണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ വിരുന്നിൽ അതിൽ ഒരുപാട് എം പിമാരെ ക്ഷണിച്ചതിൽ ഒരാളായി പ്രേമചന്ദ്രൻ മാറുന്നു. ഇപ്പോൾ രണ്ടാമത് പൊതുവേദിയിൽ നടത്തിയ അഭിനന്ദനത്തിൽ പ്രധാനമന്ത്രി എന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന നേതാവിനപ്പുറം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ഫിഗർ കൂടിയാണ് എന്നുള്ളത് എങ്ങനെ കാണുന്നു? കൊല്ലത്തെ UDF ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആയിട്ടുള്ള ശ്രീ NK പ്രേമേന്ദ്രൻ, അദ്ദേഹത്തിന്റെ BJP ബന്ധവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധവുമെല്ലാം കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് സംസ്ഥാന ഗവൺമെന്റിനെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് ആ ബൈപ്പാസിന്റെ 40 വർഷക്കാലമായി നിർമ്മാണം നടക്കാതിരുന്ന ആ ബൈപ്പാസ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരികയും സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള കേരള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ബൈപ്പാസ് പൂർത്തീകരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിനിധികളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു BJP പരിപാടി എന്ന നിലയിലേക്ക് ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്ത NK പ്രേമേന്ദ്രനെ നമ്മൾ അന്ന് കണ്ടതാണ്. അന്ന് BJP RSS അനുഭാവികൾ നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്നതിനോടൊപ്പം തന്നെ NK പ്രേമേന്ദ്രൻ അനുകൂലമായി ജയ് വിളിക്കുന്നത് നമ്മളന്ന് കണ്ടതാണ്. ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരേ സമയം രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയും ചെയ്ത ഏക സ്ഥാനാർത്ഥി കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രനാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. ഇവിടെ നേരത്തെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ പാർലമെന്റിലെ പ്രസംഗത്തെ കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. പാർലമെന്റിനകത്ത് നടത്തുന്ന പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും RSSനും ഒന്നും നോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ വികസനം, കേരളത്തിന്റെ വികസനം അതൊന്നും രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ നാളിതുവരെ ശ്രീമാൻ NK പ്രേമേന്ദ്രൻ ശ്രമിക്കുന്ന കാഴ്ച നാം കണ്ടിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലെല്ലാം കേരള വിരുദ്ധതയാണ്. കേരളത്തിലേക്ക് കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ഇപ്പോ ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് കേരളത്തിന് ന്യായമായി ലഭ്യമാകേണ്ടുന്ന സമ്പത്ത് അനുവദിക്കാതിരിക്കുക, അക്കാര്യങ്ങൾക്കകത്തെല്ലാം കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടി തന്നെ BJP ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അതിന് അനുകൂലമായ നിലപാടാണ് പാർലമെന്റിനകത്ത് സ്വീകരിക്കുന്നത്. ഇപ്പൊ കേരളം തന്നെ ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി വലിയ സമരം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളം ഒറ്റക്കെട്ടായി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ സമീപനം എന്തായിരുന്നു? അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഒരു ചായ സൽക്കാരത്തിന് പോയതിനെ കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. ഏതെങ്കിലും ഒരു ചായ സൽക്കാരത്തിന്റെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച. ആ ചായ സൽക്കാരത്തിന് പോയ ആളുകൾ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഹൃദേശ് പാണ്ഡ, അദ്ദേഹം BSPയുടെ MP ആയിരുന്നു. അദ്ദേഹം പ്രേമേന്ദ്രന്റെ അടുത്തിരുന്ന് ചായ കുടിച്ച ആളാണ്. ഇപ്പോ കഴിഞ്ഞ ഫെബ്രുവരി മാസം 9-ാം തീയതി ആയിരുന്നു ചായ സൽക്കാരമെങ്കിൽ 24-ാം തീയതി അദ്ദേഹം BJP ചേർന്ന് കഴിഞ്ഞു. 26-ാം തീയതി NK പ്രേമേന്ദ്രന്റെ പ്രസംഗം നമ്മൾ കേൾക്കുകയാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായി. 9-ാം തീയതി ചായ സൽക്കാരത്തിന് പോയാൽ 24-ാം തീയതി BJP പോയതെങ്കിൽ 26-ാം തീയതി നടക്കുന്ന BJP പരിപാടി തന്നെ എന്ന് കാണാം. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാജ്യത്തെ ഒരു തരത്തിലും ഒരു ഭരണാനുമതി നൽകാതെ, ഏതെങ്കിലും തരത്തിൽ ഫണ്ട് മാറ്റി വെക്കാതെ, ഭൂമി ഏറ്റെടുക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനം എന്ന നിലയിൽ റെയിൽവേയെ കരുവാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് നാടകമാണെന്ന് നടന്നത്. ഏതെങ്കിലും ഇപ്പോ ലെവൽ ക്രോസിന് മേൽപ്പാലത്തിന് ഇപ്പൊ ഇദ്ദേഹം ഇന്ന് പങ്കെടുത്ത കുണ്ട്ര പള്ളിമുക്കിലെ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഭരണാനുമതി അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി എന്ന നിലയിൽ കുറേയധികം നാട്ടിലെ കുറെ BJP RSS പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അവിടെ നരേന്ദ്രമോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനത്തിന് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി നിന്നു കൊടുക്കുകയാണ്. കൊല്ലത്തെ കോൺഗ്രസ്സുകാർ, ഇനിയെങ്കിലും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ, ഈ കേരളത്തിലെ K സുധാകരനും VD സതീശനെ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം
ഈ പ്രേമേന്ദ്രനേക്കാൾ മുമ്പേ പോകുമോ BJP-യിലേക്ക് പോകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളാണ് കെ സുധാകരൻ. അദ്ദേഹത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒന്ന് തരത്തിൽ ഈ നിലയിൽ ഒരു BJP പരിപാടിക്ക് തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ചായ സൽക്കാരത്തിന് പോകുന്ന ഒരു RSS-കാരനെ പോലെ BJP-കാരനെ പോലെ പ്രവർത്തിക്കുന്ന NK പ്രേമേന്ദ്രനെ തിരുത്താൻ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ കൊല്ലത്ത് ചില ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ആ കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു BJP പരിപാടി എന്ന നിലയിൽ തന്നെ കാണാം. കുറേയധികം നാട്ടിലെ BJP-കാരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രഹസന പരിപാടിയിൽ വന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി അദ്ദേഹത്തെ വികസന നായകൻ എന്ന് മുദ്ര കുത്തുകയാണ്. എന്ത് വികസനമാണ് നടത്തിയത്?